വെള്ളവും വളവും കൊടുത്താൽ 100 മേനി തിരിച്ചു തരുന്നതാണ് കേട്ടോ വല്ലൂരത്തെ മണ്ണ്. ഈ കാലിൻ്റെ അടിയിൽ കിടന്ന് ഞെരിഞ്ഞമരുന്നതാണ് നാളത്തേക്ക് വേണ്ട അന്നം. അപ്പോൾ നമ്മൾ പയറിൻ്റെ വിത്തെടുത്തതാണ് ഈ കണ്ടത് കേട്ടോ. നമ്മുടെ പയർ പൊട്ടിക്കുമ്പോൾ കുറച്ച് നമ്മൾ ഉണക്കാൻ നിർത്തും. ഉണക്കി നിർത്തി അതിൽ നിന്ന് കുറച്ച് വിത്തെടുത്ത് നമ്മൾ നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ച് അത് നട്ട് വീണ്ടും ഈ ഒരു കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പയർ പൊട്ടിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കുഞ്ഞ് പയറും കട ഞങ്ങൾ കുറച്ച് നട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണുത്തിന്നും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പയറെന്നും ഒക്കെ നമ്മൾ വിത്തുകൾ എടുത്തിട്ടാണ് ഇത് നടാറുള്ളത്. നടുമ്പോൾ നമ്മളത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് വെക്കുന്നല്ലാതെ പിന്നെ നമ്മൾ വളമൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് പൊട്ടിക്കും, ബാക്കിയുള്ളത് നമ്മൾ കടയിലേക്ക് കൊടുത്തു വിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പയറിന്. കുറ്റിപ്പയർ, നീളം പയർ, വാളം പയർ, അങ്ങനെ ഒരുപാട് പയറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ ചുവപ്പ് പയർ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതിനോട് ചേർന്നിട്ടാണ് ഒരു ആയൂർ ചാക്കുമ്പോൾ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് മടങ്ങുന്ന നമുക്ക് ഇതൊക്കെ ഒരു മുതൽക്കൂട്ടാണ്. പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചും കൊടുക്കാം അല്ലേ.